റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാകുന്നത് തടയാൻ പരിശോധന ഉദാരമാക്കാൻ നിർദ്ദേശം. പേരിലെ പൊരുത്തക്കേടുകൾ മൂലം സംസ്ഥാനത്ത് ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിംഗ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അസാധുവാക്കിയതായ പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് മൂലം റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാകുന്നത് തടയാൻ പരിശോധന ഉദാരമാക്കാനാണ് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പേരിലെ ചെറിയ പൊരുത്തക്കേടുകൾ അവഗണിക്കണം. കാർഡിലെ ഒരംഗത്തിന്റെ പേര് 100% വ്യത്യസ്തമായാൽ പോലും വിശദ പരിശോധന നടത്തിയേ തള്ളാവൂ എന്നാണ് നിർദ്ദേശം. പേരിലെ പൊരുത്തക്കേട് മൂലം സംസ്ഥാനത്ത് ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിംഗ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അസാധുവാക്കിയതായുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി. വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ നിർദ്ദേശം കൈമാറിയത്. റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെയും ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെയും വിവരം സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഒത്തുനോക്കിയാണ് മസ്റ്ററിംഗിന് അംഗീകാരം നൽകുന്നത്. പേരിലെ 30% കൂടുതൽ പൊരുത്തക്കേടുണ്ടായാൽ മസ്റ്ററിംഗ് അസാധുവാക്കുന്നതാണ് നിലവിലെ രീതി. ഇതിന് പകരം ഇനി 2 സോഫ്റ്റ്വെയറുകളിലെയും വിവരം നേരിട്ട് പരിശോധിച്ച് യുക്തിപരമായി തീരുമാനമെടുക്കാം. ചില റേഷൻ കാർഡിലെ അംഗങ്ങളുടെ പേര് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മലയാളത്തിലും ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഇംഗ്ലീഷിലുമാണ്. ഇത് 100% വ്യത്യസ്തമാണെന്നാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുക. അങ്ങനെ വരുമ്പോൾ നേരിട്ട് പരിശോധിക്കണം. ആധാറിലേതിന് പ്രാമുഖ്യം നൽകിയുള്ള വിവരം മസ്റ്ററിംഗിനായി സ്വീകരിക്കുന്നതിന് സോഫ്റ്റ്വെയർ പരിഷ്കരിച്ചിട്ടുണ്ട്. ആളുകളുടെ റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള വിവരം പഴയതാണ്. ആധാർ പുതുക്കുന്നതിനാൽ അതിലെ വിവരത്തിനാകും മുൻഗണന. അസാധുവാക്കപ്പെട്ടവർ വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടി വന്നേക്കും. അല്ലാതെയുള്ള കാര്യവും പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.